നമസ്കാരം, സ്വച്ഛ ഭാരതിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കർണാടകത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്. കർണാടകയിൽ വലിയ ഒരു സെക്സ് സ്കാൻഡലിന് തുടക്കമിട്ടുകൊണ്ട് പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രിയുടെ ചെറിയ മകനായ പ്രജ്വൽ രേവണ്ണ വളരെയധികം വലിയ ഒരു കോലാഹലം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതേപോലെ ഹാസനിൽ നിന്നുള്ള ഒരു MP ആണ്, പാർലമെൻറ്റ് MP ആണ്. വളരെ ചെറുപ്പത്തിൽ നിന്ന് MP ആയ ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ 33 വയസ്സായിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ 2979 വീഡിയോകൾ ഉണ്ട് എന്ന്, സെക്സിനെ സംബന്ധിച്ച വീഡിയോകൾ ഉണ്ട് എന്ന്, അദ്ദേഹം ഇൻവോൾവ് ചെയ്ത വീഡിയോകൾ ഉണ്ട് എന്ന് ആണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. ഇത് വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് എപ്പോഴും പറയുന്നത് BJPയുടെ NDAയുടെ കക്ഷിയായ JDUവിൻ്റെ ഒരു MP കൂടിയാണ് ഇദ്ദേഹം എന്നുള്ള വാർത്ത കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നു. പക്ഷേ അതിനെതിരെ കൃത്യമായി പ്രധാനമന്ത്രി തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ ഇതിനെതിരെ ശക്തമായാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. BJPയും കേന്ദ്ര സർക്കാരും വ്യക്തമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ക്രിമിനലിനെ ഞങ്ങൾ വച്ച് പൊറിപ്പിക്കില്ല, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനലിൻ്റെ ഒപ്പം ഞങ്ങൾ ഒരിക്കലും നിൽക്കില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് 2979 വീഡിയോകൾ JDUവിൻ്റെ ഈ പ്രജ്വൽ രേവണ്ണ ഒരു ദിവസം കൊണ്ടുണ്ടാക്കിയതല്ല, വളരെയധികം നാളുകൾ എടുത്തുകൊണ്ടാണ് പ്രജ്വൽ രേവണ്ണ ഇതുണ്ടാക്കിയത്. ആ കാലത്തൊക്കെ കോൺഗ്രസിൻ്റെ ചങ്ങാത്തത്തിലായിരുന്ന ഒരു പാർട്ടിയായിരുന്നു. എന്തുകൊണ്ട് അന്ന് ഉണ്ടായിരുന്ന ഈ വീഡിയോകൾ കോൺഗ്രസ് കണ്ടില്ല? അതുമാത്രമല്ല, എന്നാണ് കോൺഗ്രസ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ആ സർക്കാർ ഈ വീഡിയോകൾ പുറത്തുവിടുന്നത്? അത് വിടുന്നത് ഒരു പ്രത്യേക സമുദായക്കാർ വോട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ വീഡിയോകൾ പുറത്തുവിടാൻ ഇവിടുത്തെ പോലീസ് സമ്മതിച്ചതും അവർ അങ്ങനെ പുറത്തുവിട്ടതും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രജ്വൽ രേവണ്ണ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാളെ സംരക്ഷിക്കുകയും ഇലക്ഷൻ്റെ സംബന്ധിച്ച ചില ലാഭങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രത്യേക സമുദായം വോട്ട് ചെയ്ത ശേഷം അവരെ ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അതിനുശേഷം ആ വീഡിയോകൾ പുറത്തുവിടുകയും ചെയ്തു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അത് കൃത്യമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണെങ്കിലും പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ശക്തമായ നടപടി കേന്ദ്ര സർക്കാർ എടുക്കുമെന്ന് ഉറപ്പാണ്. ആ സർക്കാർ എടുക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരുവിധ സ്ത്രീകൾക്കെതിരെയായ യാതൊരുവിധ അക്രമങ്ങളും വച്ച് പൊറിപ്പിക്കില്ല എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയം തന്നെയാണ് പ്രധാനമന്ത്രി ഇവിടെ വീണ്ടും ഊന്നി പറയുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, it is the law and order issue as far as Modi is concerned, as far as the BJP is concerned. വ്യക്തമായി പറയുന്നു, as far as Modi is concerned, as far as BJP is concerned, as far as our constitution is concerned, I am of the clear view that there should be zero tolerance for such people. അങ്ങനെയുള്ളവരെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. ഇതിനർത്ഥം പ്രജ്വൽ രേവണ്ണയുടെ ഈ കുറ്റകൃത്യം ഇതിനു മുമ്പ് അറിയാവുന്ന കോൺഗ്രസ് സർക്കാർ തന്നെ അത് മറച്ചു വയ്ക്കുകയായിരുന്നു. JDUവും BJPയുമായി അലയൻസ് ഉണ്ടായ NDA മുന്നണിയിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് നാളുകളായി 2-3 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് പ്രജ്വൽ രേവണ്ണ നടത്തിയ ഈ അതിക്രമങ്ങൾ, ഈ ലൈംഗിക വൈകൃതങ്ങൾ അത് കോൺഗ്രസിനാണ് അറിയാവുന്നത്. മുൻപ് പ്രതിബന്ധിച്ച മാതിരി 2976 വീഡിയോസ്, അതാണ് പറയുന്നത്, 2976 വീഡിയോസ് അയാളുടെ പേരിലുണ്ട്. അങ്ങനെയുള്ള ആ വീഡിയോകൾ ഒറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയതല്ലോ എന്നാണ് പ്രധാനമന്ത്രിയുടെ ചോദ്യം. ഇതിൻ്റെ അർത്ഥം പ്രജ്വൽ രേവണ്ണ NDA അലയൻസിലുള്ള JDUവിൻ്റെ ശക്തനായ നേതാവാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിനെ എന്തായാലും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നും അയാൾക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ്. ഇതാണ് നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം. എപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഇവിടെയും അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.